അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ് ആദ്യത്തെ പരീക്ഷ. 7ാം ക്ലാസ്സിലെ ലിസാന് വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലെ ലിസാനാണ് നമ്മുടെ ക്ലാസ്സുകൾ വെച്ച് ഏറ്റവും സിമ്പിളായ ലിസാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2024 ചോദ്യപേപ്പർ നോക്കാം. അല്ലമാഇറുൽ മുത്തസില അല്ലമാഇറുൽ മുൻഫസില. ഇവിടെ കുറേ ലമീറുകൾ തന്നിട്ടുണ്ട്. അത് മുത്തസിലായ ലമീർ ഏത്, മുൻഫസിലായ ലമീർ ഏത് എന്ന് വേർതിരിക്കാനാണ്. അപ്പോൾ മുത്തസിലായ ലമീർ കാണാതെ പഠിച്ചാൽ അത് വളരെ സിമ്പിളാണ്. ഇതാ നോക്കൂ, ഇവിടെ നിന്നാണ് ഈ ചോദ്യം. കണ്ടില്ലേ? മുൻഫസിലായ ലമീർ ഏതൊക്കെയാണ്? ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അനാ നഹ്നു. ഇത് മാത്രമേ മുൻഫസിലുള്ളൂ. അത് ഉറപ്പിക്കുക, ഇത് മാത്രമേ മുൻഫസിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. ഇതിൽ ഹുവ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് മുൻഫസിലാണ്. അല്ലെങ്കിൽ അന്ത ഉണ്ടോ നോക്കുക. അപ്പം ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരം സിമ്പിൾ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കിട്ടുമല്ലോ. അപ്പം മുൻഫസിലായ ലമീർ എന്ന് പറഞ്ഞാൽ ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അനാന. എന്താ അതിൻ്റെ അർത്ഥം? ഹുവ പറഞ്ഞാൽ അവൻ, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളുകൾ, ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ, ഹിയ അവൾ, ഹുമ അവർ രണ്ടാളുകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ, അന്ത നീ, അന്തുമ നിങ്ങൾ രണ്ടാളുകൾ, അന്തും നിങ്ങൾ കുറേ ആളുകൾ. അത് കാണുങ്ങൾക്കാ പറയാം, ഇത് പെണ്ണുങ്ങൾക്കാണ്. അന്തി അന്തുമ അന്തുന്ന, അന പറഞ്ഞാൽ ഞാൻ, നഹ്നു പറഞ്ഞാൽ ഞങ്ങൾ. ഇനി മുത്തസിലായ ലമീർ എങ്ങനെ പഠിക്കുക? മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ ഹു, ഇവിടുത്തെ ഈ അവസാനത്തെ അക്ഷരം മാത്രം എടുത്താൽ മതി. ഹു, ഹുമാ, ഹും. കണ്ടോ? പിന്നെ ഹ, ഹുമാ, ഹുന്ന. പിന്നെ ക, കുമാ, കും, കി, കുമാ, കുന്ന, മീന. കണ്ടോ? അവസാനം ഇവിടെ യാ വരും കേട്ടോ, ഒരു നീട്ടാനുള്ള യാവും പിന്നെ നായും. അപ്പോൾ മുത്തസിലായ ലമീർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ വേറൊരു വാക്കുണ്ടാകും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഹുവാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, കലമഹു. കണ്ടോ? അപ്പോൾ മുത്തസിലായ ലമീർ എപ്പോഴും മറ്റൊന്നിനോട് ചേർന്ന് വരിക ചെയ്യും. മുത്തസിൽ പറഞ്ഞാൽ ചേർന്ന് വന്നു എന്നാ. അപ്പോൾ എപ്പോഴും മറ്റൊന്നിനോട് ചേർന്ന് വന്നാലേ എന്താകുള്ളൂ? മുത്തസിലാകുള്ളൂ. നോക്കുക, ഇപ്പോൾ മുത്തസിൽ പലതിനോട് ചേർന്ന്, ഇവിടെ കലമിനോട് ചേർന്ന്, ഇവിടെ ലഹുവിനോട് ചേർന്ന്, ലഹു ലഹുമാ ലഹും, ലഹ ലഹുമാ ലഹുന്ന, ലക്ക ലക്കുമാ ലക്കും, ലക്കി ലക്കുമാ ലക്കുന്ന, ലയി ലന. ഇനി കണ്ടോ, ഇവിടെ ലറബനോട് ചേർന്ന്, ലറബഹു ലറബഹുമാ ലറബഹും, ലറബഹ ലറബഹുമാ ലറബഹുന്ന, ലറബക്ക ലറബക്കുമ. കണ്ടോ? അപ്പം നിങ്ങൾ നോക്കൂ, മുത്തസിലായ ലമീർ ചേർന്ന് വരും, മുൻഫസിൽ എന്തായിരിക്കും? വേറെ ആയിരിക്കും. ഇവിടെ നോക്കുക. അപ്പം നമുക്ക് ലമീറുൽ മുത്തസില ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറ. മുത്തസിലായ ലമീർ ഏതൊക്കെയാണ്? മറ്റൊന്നിനോട് ചേർന്ന് വന്നത് ഏതൊക്കെയാണ്? ഇതാ ലഹുമ ചേർന്ന് വന്നു അല്ലേ? കലമക്കുന്ന ചേർന്ന് വന്നു, പിന്നെ ലക്കുന്ന ചേർന്ന് വന്നു, ലക്ക ചേർന്ന് വന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? മുത്തസിലായ ലമീറാണ്. മുൻഫസിൽ ഇനി ബാക്കിയുള്ള ഏതൊക്കെ? അന്തി, അന്തുന്ന, അന്തും. ഓക്കെ, അപ്പൊ അത് സെറ്റായി. ഇനി അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. ഇവിടെ ചേരുമ്പടി ചേർക്കാനാണ്. റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് ഇളാഫത്തിൽ നിന്നാണ് വരുന്നത്. എന്താ ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ? മറ്റൊന്നിലേക്ക് ചേർക്കുക അല്ലേ? എന്താ ചേർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മാൻ്റെ മോന് നമ്മൾ എങ്ങനെ അറബിയിൽ പറയും? അതുപോലെ ഉപ്പാൻ്റെ കാറ് എങ്ങനെ അറബിയിൽ പറയും? ഇതാണ് അൽ ഖുർആൻ കലാമുള്ള എന്ന പാഠത്തിൽ പഠിക്കുന്നത്. പിന്നെ 7ാം ക്ലാസ്സിലെ ലിസാന്റെ ഏത് പരീക്ഷക്കും, അത് പൊതുപരീക്ഷക്കാവട്ടെ, കാക്കൊല്ലത്തിനാവട്ടെ, അരക്കൊല്ലത്തിനാവട്ടെ, ചോദിക്കുന്ന ഭാഗം ഇതാണ്. ഏത്? ആ ഭാഗത്തിൽ എന്താണ് ഗ്രാമറായിട്ട് പറയുന്നത്, അവിടെ നിന്നാണ് ചോദ്യം വരുന്നുള്ളൂ. മറ്റുള്ള ഉദാഹരണങ്ങൾ വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറവാണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ട നിയമം എന്താണ്? ആ നിയമങ്ങൾ ആ പരീക്ഷയ്ക്ക് ചോദിക്കുക. പക്ഷെ അത് അറബിയിൽ കാണാതെ പഠിക്കണം. അത്രേ റിസ്ക് ഉള്ളൂ, വേറെ റിസ്ക് ഒന്നുമില്ല. മലയാളം ഒന്നും പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, അറബിയിൽ പഠിക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ, അൽ ഊല മിൻഹുമ ഇല സാനിയത്തി ഫതുസമ്മൽ കലിമത്തുൽ ഊല മിൻഹ മുലാഫൻ വ സാനിയത്തു മുലാഫൻ ഇലൈഹി. അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്താൽ, ഇപ്പോൾ ഉപ്പാന്റെ കാറ് എന്ന് പറയുമ്പോൾ ഉപ്പാന്റെ കാറ് നമ്മൾ അറബിയിൽ എങ്ങനെ പറയും? അറബിയിൽ പറയുമ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയാം, സയ്യാറത്തു അബിൻ, ഉപ്പാന്റെ കാറ്, അങ്ങനെ അറബിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പാന്റെ കാറ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷെ അത് അറബിയിൽ പറയുമ്പോൾ സയ്യാറത്തു അബിൻ, നേരെ തിരിച്ചാ വരിക. കാറ് ഉപ്പാന്ന് വരും. ഉദാഹരണത്തിന് പറയാം, കാറ് ഉപ്പ. അപ്പോൾ അവിടെ സയ്യാറത്തു അബിൻ എന്ന് പറയുമ്പോൾ സയ്യാറത്തു അബിൻ,
സയ്യാറത്ത് പറഞ്ഞ കാറ്, അബ് പറഞ്ഞ ഉപ്പ, അപ്പൊ ഉപ്പാന്റെ കാറ്. ഇതിന്റെ ഫസ്റ്റ് വാക്കിനാണ് എന്ത് പറയുക? മുലാഫ് എന്ന് പറയും. എന്താ പറയുക? മുലാഫ്. രണ്ടാമത്തെ വാക്കിന് എന്ത് പറയും? മുലാഫുൻ ഇലൈഹി. അപ്പൊ രണ്ടാമത്തെ വാക്കിൽ ഇലൈഹി കൂട്ടിയാൽ മതി. ഒന്നാമത്തെ വാക്ക് മുലാഫാണ്, അത് പഠിച്ചു വെച്ചില്ലേ? ഒന്നാമത്തെ വാക്ക് പഠിച്ച് രണ്ടാമത്തെ പഠിക്കും. ഒന്നാമത്തേന് മുലാഫുൻ, രണ്ടാമത്തെ മുലാഫുൻ ഇലൈഹി. അപ്പൊ കലാമുല്ല, ഇവിടുത്തെ മുലാഫ് ഇലൈഹി ഏതാ? ഫസ്റ്റത്തെ മുലാഫ്, രണ്ടാമത്തെ ഇലൈഹി, മുലാഫുൻ ഇലൈഹി. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ മുലാഫാണ്, രണ്ടാമത്തെ മുലാഫുൻ ഇലൈഹി ആണ്. പിന്നെ വൽ മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ, എപ്പോഴും മുലാഫുൻ ഇലൈഹി എന്തായിരിക്കും? ജറായിരിക്കും. എന്ത് ജെറ് എന്ന് പറഞ്ഞാൽ എന്താ? ജെറ് എന്ന് പറഞ്ഞാൽ കസർ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ കണ്ടില്ലേ? തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കസർ കണ്ടില്ലേ? അപ്പോൾ ഈ മുലാഫിൻ ഇലൈഹി അഥവാ രണ്ടാമത്തെ വാക്കിന് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും? കസർ ആയിരിക്കും. അതവിടെ ഉറപ്പിക്കുക. പിന്നെ വയുഹദഫു തൻവീനു വ നൂനു തസ്നിയത്തി വൽ ജംഇ മിമ്മാ തുലാഫു, ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന് തൻവീനും തസ്നിയാന്റെ നൂൻ എന്ത് ചെയ്യണം? കളയപ്പെടണം. അതങ്ങനെ കാണാതെ പഠിച്ചാൽ മതി. അതൊന്നും റിസ്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് ചേരുമ്പടി വന്നത് ഇവിടുന്നാണ്. മനസ്സിലാകണ്ടോ? അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, കലാമ് തന്നിട്ടുണ്ട്, അള്ളാഹു തന്നിട്ടുണ്ട്. ഇത് മുലാഫ്, ഇത് മുലാഫിൻ ഇലൈഹി. ഇത് മുലാഫിന്റെ കോളം, ഇത് മുലാഫിൻ ഇലൈഹിന്റെ കോളം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് മാച്ച് ചെയ്യാമെന്ന്. കലാമുല്ലാ, ആഹിറുൽ കുത്തുബി, പുസ്തകങ്ങളുടെ കിതാബുകളുടെ അവസാനം. സിയറുൽ അംബിയായി, അംബിയാക്കന്മാരുടെ ചരിത്രങ്ങൾ. ദസ്തൂറുൽ ഹുക്കൂമത്തി, ഗവൺമെന്റിന്റെ ഭരണഘടന. ബാബുൽ മദ്രസത്തി, മദ്രസയുടെ ഗേറ്റ് അല്ലെങ്കിൽ വാതിൽ. സാഹിബുൽ ബൈത്തി, വീട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടിന്റെ ഉടമസ്ഥൻ. കലമു ത്വാലിബി, വിദ്യാർത്ഥിയുടെ പേന. കണ്ടോ? ഇനി ഇവിടെ നോക്കൂ, റസൂലുല്ലാഹി, ഇതാണ് മാച്ച്. റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കിതാബു, കിതാബുൽ മുദർരിസി. അടുത്ത റഈസുൽ മുഹഖിഖീൻ, റഈസുൽ മുഹഖിഖീൻ. കണ്ടോ? അടുത്ത് ഷംസുൽ ഉലമാ. പിന്നെ അബ്ദുല്ലാ, വസത്തു ഷാരി, വസത്ത് പറഞ്ഞ നടു, മദ്യം. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഇവിടുന്ന് ഇതേ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ കഴിയും. അർത്ഥമാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ എളുപ്പമുള്ളതാണ് ഷംസുൽ ഉലമ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഷംസുൽ ഉലമ അല്ലേ? ഷംസുൽ ഉലമ. പിന്നെ റസൂലുള്ള, അതും എളുപ്പമുള്ളതാണ്. റസൂലുള്ള അതും അറിയാം. പിന്നെ ഉള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അർത്ഥമായിട്ട് പരിചയം വേണം. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പെട്ടി കാണാതെ പഠിക്കണം. രണ്ടാലൊരു മാർഗം വേണം. അപ്പൊ അർത്ഥം അറിയലായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പൊ ഇവിടെ റഈസുൽ മുഹഖിഖീൻ, കണ്ണിയത്ത് ഉസ്താദ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ റഈസുൽ മുഹഖിഖീൻ എന്നാണ് ഇത് വരിക. അപ്പൊ ഇത് മൂന്നും കുറച്ച് എളുപ്പമാണ്. ഇനി ബാക്കിയുള്ളത് എന്താ? ആഹിറുൽ കുത്തുബ്, കുത്തുബുകളുടെ പുസ്തകങ്ങളുടെ അവസാനം. സാഹിബു, വീട്ടിന്റെ ഉടമസ്ഥൻ. സാഹിബുൽ ബൈത്ത്, വീടാണ് ഇവിടെ. സാഹിബുൽ ബൈത്ത്. പിന്നെ വസത്ത് പറഞ്ഞാൽ മധ്യം, നടു, സെന്റർ. അപ്പോൾ റോഡിന്റെ സെന്റർ, വസത്തു ഷാരിയ. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ഓർമ്മ വേണം, പരിചയം വേണം. എന്നാലേ ഞങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. പിന്നെ എന്താണ്, ഈ ചോദ്യോത്തര സെഷനിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ നല്ലോണം പഠിക്കുക. പിന്നെ ഓരോ പാഠത്തിലെയും ഗ്രാമർ, അവിടുത്തെ നിയമം എന്താണോ പറയുന്നത് അത് അറബിയിൽ പഠിക്കുക. ഇത്രയേ ലിസാന് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ നുക്കവ്വിനു അർബഅ ജുംലിൻ ബിൽ കലിമാത്തിൽ ആതിയത്തി, 4 ജുംലകൾ ഉണ്ടാക്കാനാണ്. അൽ മസ്ജിദു ആസിമത്തു അൽ വലദി കബീറത്തുൻ ന്യൂഡൽഹി. എന്താ അർത്ഥം? മസ്ജിദ് പറഞ്ഞാൽ പള്ളി, ആസിമ പറഞ്ഞാൽ പട്ടണം, തലസ്ഥാനം, അൽ വലദി പറഞ്ഞാൽ കുട്ടി, കബീറത്തുൻ വലിയ, ന്യൂഡൽഹി. അപ്പോൾ എന്താണ് ന്യൂഡൽഹി? ന്യൂഡൽഹി പട്ടണമാണ് എന്ന് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? തലസ്ഥാനമാണ്. അപ്പൊ ന്യൂഡൽഹി ആസിമത്തുൽ ഹിന്ദ് അല്ലേ? പിന്നെ അൽ മസ്ജിദ് കബീറത്തുൻ, അങ്ങനെ. നദീഫുൻ മുനാറത്തുൻ ഹിന്ദ് ഷാരിയ ഖമീസ് വാസി മദീന. കണ്ടില്ലേ? അവിടെ ഹിന്ദ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്? ന്യൂഡൽഹി ആസിമത്തുൽ ഹിന്ദ്. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വാക്കുകൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കാം. അതേപോലെ വേറൊരു വർക്ക് ഉണ്ട് ഇവിടെ. നൽബിത്ത് ബിൽ അഷ്കാലി അൽ കഅബത്തു കിബിലത്തുൽ മുസ്ലിമീൻ, അൽ കഅബത്തു കിബിലത്തുൽ മുസ്ലിമീൻ,
ബാഹത്തുൽ മദ്രസത്തി വാസിയത്തുൻ ദഹബ്തു ഇല ബൈത്തിൽ ഉസ്താദ്. മനസ്സിലായോ? ഇതിൽ അർക്കത്തൊക്കെ തെറ്റുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കാൻ നുഅരിബ് അറബിയാക്കാനാ. പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി. കഴുകുക എന്നുള്ളതിൻ്റെ അറബിയാണ് ആദ്യം എഴുതേണ്ടത്. ഇത് മലയാളത്തിലെ അറബിയിലേക്ക് ആക്കാൻ വരുമ്പോൾ ആദ്യം കഴുകുക എന്നുള്ളതിൻ്റെ അറബി എഴുതണം. കഴുകുക, ഞാൻ കഴുകി എന്നുള്ളതിന് എന്താ പറയുക? ഗസൽതു. ഗസൽതു ഞാൻ കഴുകി. ഗസൽതു ഞാൻ കഴുകി. പിന്നെ എന്താണ്? ഉപ്പയുടെ കുപ്പായം. ഖമീസ അബിൻ, ഉപ്പയുടെ കുപ്പായം ഞാൻ കഴുകി. സുഹൃത്തിൻ്റെ വീട് ഞാൻ സന്ദർശിച്ചു. സന്ദർശിച്ചു, ഞാൻ സന്ദർശിച്ചു എന്നതിൻ്റെ അറബി ആദ്യം എഴുതണം. എന്താ? സുർതു. സുർതു ഞാൻ സന്ദർശിച്ചു. സാറ യസൂറു സുർതു ഞാൻ സന്ദർശിച്ചു. സുഹൃത്തിൻ്റെ വീട് എന്താ? സുഹൃത്ത് എന്നുള്ളതിൻ്റെ അറബി എന്താ? സ്വദീഖ്. സ്വദീഖിൻ്റെ വീട് ബൈത്തു സ്വദീഖിൻ. സ്വദീഖിൻ്റെ വീട് എന്നല്ലേ? സുഹൃത്തിൻ്റെ വീട്. അപ്പോൾ വീട് എന്നുള്ളത് ആദ്യം പറയണം. അപ്പോൾ ബൈത്തു സ്വദീഖിൻ. അടുത്തത്, നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത്. ലാ തൽഅബ് വസ്തശാരിഅ. കണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കണം. ഈ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇവിടെ നോക്കുക, നിങ്ങൾ നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാഠത്തിലും നിങ്ങൾക്ക് അവിടെ പറയുന്ന ആ നിയമം അറബിയിൽ പറഞ്ഞ ആ അറബി നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പോൾ അൽ ഫിഅലു നൗആനി മഅറൂഫുൻ. കണ്ടോ? അത് നമ്മൾ നേരത്തെ ഒന്നാം പാഠത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഭാഗമാണ്. ഇത് കണ്ടോ? അൽ ഫിഅലു, ഇത് കൊല്ലപരീക്ഷയ്ക്കും വരുന്ന ഭാഗമാണ്. ഒരുപാട് തവണ പിന്നെ പൊതുപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അൽ ഫിഅലു നൗആനി. എന്താ ഇതിൻ്റെ അർത്ഥം? ഫിഅല് രണ്ട് വിധമാണ്. എങ്ങനെ അറബിയിൽ പറയാം? അൽ ഫിഅലു നൗആനി മഅറൂഫുൻ വ മജ്ഹൂലുൻ. അപ്പോൾ മഅറൂഫുൻ വ മജ്ഹൂലുൻ. അടുത്തത്, ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫായിലുഹു. ഫിഅലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ യുസമ്മ മഅറൂഫൻ, അതിന് മഅറൂഫ് എന്ന് പറയുന്നു. നിങ്ങൾ അർത്ഥം ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താവും? വേഗം കാണാതെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഖുർആനിലെ ഹിഫ്ള് പഠിക്കുന്നത് പോലെ വശംസിയോ ദുഹാ വശംസിയോ അങ്ങനെ ചൊല്ലി പഠിക്കാൻ കഴിയില്ലത്. പിന്നെന്താ ചെയ്യുക? നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഇദാ ദുക്കിറ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടാൽ, മഅൽ ഫീലി ഫീലിനോടൊപ്പം ഫായില് പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയും. യുസമ്മ എന്ന് പറഞ്ഞാൽ നോൺ ആസ്, അഥവാ പറയപ്പെടും. എന്ത് പറയും? മഅറൂഫ് എന്ന് പറയപ്പെടും. ഈസ് നോൺ ആസ് മഅറൂഫ്. വ ഇല്ല, അതർവൈസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ യുസമ്മ, അതിന് പറയപ്പെടും മജ്ഹൂല്. മനസ്സിലായോ? അപ്പം നിങ്ങൾ അർത്ഥം ചിന്തിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടായിരിക്കണം കാണാതെ പഠിക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാതെ കിട്ടും. അൽ ഫിഅലു നൗആനി മഅറൂഫുൻ വ മജ്ഹൂൽ. ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫായിലുഹു യുസമ്മ മഅറൂഫ വ ഇല്ലാ യുസമ്മ മജ്ഹൂല. വ ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി. എന്താണ്? വ ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ, മജ്ഹൂലായ ഫിഅലാണെങ്കിൽ എന്താണ്? മഫ്ഊലുൻ ബിഹി എന്താണ്? ഫായിലിൻ്റെ സ്ഥാനത്ത് റഫ് ചെയ്തതായിട്ട് നിലനിൽക്കും എന്നാണ് അവിടെ പറയുന്നത്. അതിന് നായിബ് ഫായിൽ എന്ന് പറയുമെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇത്തരം ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അടുത്ത് കണ്ടോ? അൽ ലർഫു നൗആനി ലർഫു സമാനിൻ. അടുത്ത ലർഫിൻ്റെ പേര് പഠിച്ചാൽ മതി. ലർഫ് രണ്ട് വിധമുണ്ട്. ലർഫു സമാൻ, ലർഫു മക്കാൻ അല്ലേ? അപ്പോൾ ലർഫു മക്കാൻ എഴുതിയാൽ മതി. അടുത്ത മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്നെണ്ണങ്ങൾ നിർബന്ധമായും പഠിക്കണം. അതായത് മഫ്ഊലുൽ ലഹു, മഫ്ഊലും ബിഹി, മഫ്ഊലും മുത്തലക്ക് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഷുവറാണ്. ആ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊല്ലപരീക്ഷയ്ക്കും വരാറുണ്ട്, ഹാഫ് ഇയർ എക്സാമിനും വരാറുണ്ട്. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യുദല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനിഹി വയുസമ്മാ ലർഫൻ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. എന്താണ് മഫ്ഊലുൻ ഫീഹി? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു, അത് അറിയിക്കുന്നു, അലാ സമാനി, സമയത്തിൻ്റെ മേൽ, വുഖൂഇൽ ഫീലി, ഫേല് സംഭവിച്ച. അപ്പോൾ പ്രവർത്തനം സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് മഫ്ഊലു ഫീഹി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ നിന്ന് കണ്ടോ? ഒരു എളുപ്പമുള്ള ഉദാഹരണം നോക്കാം. ദഖൽതു ബഗ്ദാദ, ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. എപ്പോൾ? സമയമാണ് ലൈലത്ത് സബ്, ശനിയാഴ്ച രാത്രി. കണ്ടോ? അപ്പം അങ്ങനെ വരുന്നതാണ് എന്ത്? ലർഫു സമാന് അല്ലെങ്കിൽ ലർഫു മക്കാന് അല്ലെങ്കിൽ മഫ്ഊലു ഫീഹി എന്ന് പറയുക. ഇസമ്മാ ലർഫൻ വഹുവ നൗആനി ലർഫു സമാന് ലർഫു മക്കാന്. അപ്പോൾ നിങ്ങൾ മഫ്ഊലു ഫീഹിൻ്റെ ഡെഫിനിഷനുകൾ പഠിക്കുക. അതേപോലെ പഠിക്കേണ്ടതാണ് മഫ്ഊലും ലഹുവിൻ്റെ ഡെഫിനിഷൻ. എന്താണ് മഫ്ഊല്? ഫൽ മഫ്ഊലു ലഹു മസ്ദറുൻ. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്?
മസ്ദർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയൊരു കാലാണ് അല്ലേ, അടിച്ചു കഴിഞ്ഞതാണ്. ഞാൻ അടിക്കും, ഇനി അടിക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ അടിക്കൽ ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് മസ്ദർ. മനസ്സിലായോ? ചായ കുടിച്ചു, ചായ കുടിക്കും. ഇപ്പം ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണ്, ചായ കുടിക്കും അത് ഭാവിയാണ്. എന്നാൽ ചായ കുടിക്കൽ അതൊരു പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് മസ്ദർ. അപ്പോൾ മഫ്ഊലു ലഹു മസ്ദറാണ്. യുബയ്യിനു അത് വിശദീകരിക്കുന്നു. സബബ വുഖൂഇൽ ഫിഅലി, സബബ് എന്ന് പറഞ്ഞാൽ റീസൺ, കാരണം. വുഖൂഇൽ ഫിഅലി, ഫിഅലി സംഭവിച്ചതിൻ്റെ എന്ന് പറയുന്നത് ഫീൽ പറഞ്ഞാൽ പ്രവർത്തനം. അപ്പോൾ ഒരു പ്രവർത്തനം സംഭവിക്കാനുണ്ടായ കാരണം അത് വിശദീകരിക്കും. എന്ത് മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഉദാഹരണത്തിന് എന്താ, ഫനശർന ശംസിയ്യത്ത, ഞങ്ങൾ കൊട തുറന്നു. ഹൗഫം മിനൽ ബലലി, നനയുമെന്ന് ഭയപ്പെട്ടതിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഹൗഫൻ എന്ന് പറഞ്ഞ മഫ്ഊലു ലഹു ആണ്. കൊട തുറക്കാനുണ്ടായ കാരണമാണ് ഇത്. എന്താ കാരണം? പേടിയുണ്ട്, നനയും എന്നുള്ള പേടി. അപ്പോൾ പേടിയാണ് ഇവിടെ മഫ്ഊലു ലഹു. എന്താ ഇത് മഫ്ഊലു ലഹു ആയുള്ള കാരണം? കൊട തുറക്കാനുണ്ടായ കാരണം എന്താ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിക്ക് എന്താണോ കാരണം, ആ കാരണമാണെന്ത്? മഫ്ഊലു ലഹു. ഞാൻ മദ്രസയിൽ പോയി, എന്തുകൊണ്ട്? ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടുന്നത് കൊണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു, എന്തുകൊണ്ട്? തോൽക്കുമെന്ന് പേടിച്ചതിന് വേണ്ടി. അങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാണ്, അഥവാ ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ റീസൺ അല്ലെങ്കിൽ കാരണം പറയുന്നതിനേക്കാണ് എന്ന് പറയുക മഫ്ഊലു ലഹു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതിവിടെ മനസ്സിലാക്കി പഠിക്കണം. ഈ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായി കാണാതെ പഠിക്കണേ. ഫൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹു. ഖബ്ലഹു എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ്. അപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രവർത്തനത്തിൻ്റെ കാരണം വിശദീകരിക്കുന്ന മസ്ദറിനിക്കാണ് മഫ്ഊലു ലഹു എന്ന് പറയുക. നിങ്ങൾ കാണാതെ പഠിക്കണേ. ഫൽ മഫ്ഊലു ലഹു, ബാക്കി പറയട്ടെ, മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീലി അല്ലദീ ഖബ്ലഹു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? മഫ്ഊലു ഫീഹി പഠിച്ചു, അടുത്ത് മഫ്ഊലു ലഹു. ഇനി മഫ്ഊലും പിന്നെ മുത്തലക്ക്. ഇതാ മഫ്ഊലു മുത്തലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മഫ്ഊലുൽ മുത്തലഖു മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി. എന്താണ്? വൽ മഫ്ഊലു മുത്തലഖ് എന്താണ്? മസ്ദർ. മഫ്ഊലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. അതായത് പിന്നെ ഒരു ടൈപ്പ് ഒരു ഇനം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? മഫ്ഊലു മുത്തലഖ് ഉപയോഗിക്കുക. അതായത് പിന്നെ നമ്മൾ പറയില്ലേ, നീ നായരുത്ത് ഇരിക്കരുത് എന്ന് പറയും. അതായത് നമ്മൾ ആ ഇരുത്തത്തിൻ്റെ, നമ്മൾ എന്താണോ ചെയ്യാൻ പറയുന്നത് അതിൻ്റെ ഒരു ടൈപ്പ്, ഒരു ഇനം, ആ ഇനം പറയലാണ് എന്ത്? മഫ്ഊലു മുത്തലഖ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം ഇവിടെ നോക്കുക. ലറബ്തുഹു ലർബൻ. ലറബ്തുഹു ഞാൻ അവനെ അടിച്ചു. ലർബൻ ഒരൊറ്റ അടിയൻ അടിച്ചു, ഒരു 1.5 അടി. അറിയില്ലേ? ഞാൻ ഇന്നലെ ടൂറ് പോയി, ഒരു 1.5 ടൂറ് മോനെ എന്ന് പറയും. അപ്പോൾ അവിടെ 1.5 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് എന്ത് മഫ്ഊലു മുത്തലഖ്. അപ്പോൾ അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് മഫ്ഊലു മുത്തലഖ്. ഇപ്പോൾ അതാ സജത്തു സജദത്തൈൻ, കണ്ടില്ലേ? നോക്കിക്കോ. വൽ മഫ്ഊലു മുത്തലഖ് മസ്ദറുൻ ദുകിറ ബഅദ ഫീലിഹി ലി ബയാനി നൗഇൽ ഫീലി. അപ്പോൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും. നേരത്തെ പഠിച്ചെടുത്ത് എന്താ? വൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു. നേരത്തെ നമ്മൾ പഠിച്ചു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി. സബബ വുഖൂഇൽ ഫിഅലി നേരത്തെ പഠിച്ചില്ലേ? അപ്പോൾ ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം? മസ്ദറുൻ തുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹ. അതാണ് മഫ്ഊലു ലഹു. മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹു. കണ്ടില്ലേ? ഇതാണ് മഫ്ഊൽ. അപ്പോൾ മഫ്ഊലു ലഹുവിൽ നിന്ന് തന്നെ മഫ്ഊലു മുത്തലഖിന്റെ ഡെഫിനേഷൻ ഉണ്ടാക്കാം. മഫ്ഊലു ലഹു മഫ്ഊലു മുത്തലഖ് എന്താണ്? മസ്ദർ തന്നെയാണ്. മസ്ദറുൻ ഇവിടെ എന്താ? മസ്ദറുൻ പിന്നെ എവിടെ? മസ്ദറുൻ ദുക്കിറ. അവിടെ ദുക്കിറ എന്നാള് ബഅദ ഫിഅലിഹി. അവിടെ ദുക്കിറ ബഅദ ഫിഅലിഹി ലി ബയാനി നൗഇൽ ഫീലി. മനസ്സിലായില്ലേ? ഫിഅലിന്റെ പ്രവർത്തനത്തിന്റെ ഇനം വിശദീകരിക്കുക. ബയാൻ പറഞ്ഞാൽ വിശദീകരിക്കുക, നൗ പറഞ്ഞാൽ ഇനം, ഫീൽ പറഞ്ഞാൽ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിയുടെ ഇനം വിശദീകരിക്കാൻ വേണ്ടി ഫീലിന് ശേഷം പറയുന്ന മസ്ദറിനിക്കാണ് മഫ്ഊലു മുത്തലഖ് എന്ന് പറയുക. പിന്നെ
ഔലി തൗക്കീദിൽ ഫീൽ അല്ലെങ്കിൽ ഫീലിൻ്റെ ആ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എണ്ണം വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ലാ തഖഉദു ഖുഊദൽ ഖൽബ്, എന്താ നായിരുത്തം നീ ഇരിക്കരുത്. ലാ തഖഉദ് നീ ഇരിക്കരുത്, എന്ത് ഖുഊദൽ ഖൽബ് ഇരിക്കരുത്. അടുത്ത ലറബ്തുഹു ലർബൻ, ഞാൻ എന്ത് ചെയ്തു അവനെ ഒറ്റ അടി അടിച്ചു, ഒരു 1.5 അടി അടിച്ചു. പിന്നെ മൂന്നാമത് സജത്തു സജത്തേൻ, ഞാൻ എത്ര സുജൂദ് ചെയ്തു? 2 സുജൂദ് ചെയ്തു. അപ്പോൾ എണ്ണം പറയാനോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ശക്തി കൊടുക്കാനോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് വെർബ് അഥവാ എന്താണോ പ്രവർത്തനത്തിൻ്റെ ആ ഇനം അത് പറയാനൊക്കെ ഉപയോഗിക്കുന്നതാണ് മഫ്ഊലുൻ മുത്തലഖ്. ഇപ്പം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? മഫ്ഊലു ഫീഹി എന്താണ് പഠിച്ചു, മഫ്ഊലു ലഹു എന്താണ് പഠിച്ചു, മഫ്ഊലു മുത്തലഖ് എന്താ പഠിച്ചു. ഇവിടെ നിങ്ങൾ കാണാതെ പഠിക്കുക, അറബി കാണാതെ പഠിക്കുക. അതാണ് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട പണി, അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട പണി. കാരണം ഒരുപാട് പരീക്ഷയ്ക്ക്, കൊല്ലപ്പരീക്ഷക്കായാലും അരക്കൊല്ലത്തിനായാലും ഈ പാഠത്തിൽ പറയുന്ന മറ്റു കഥകളോ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല. ചോദിക്കുന്നത് എന്താണ്? ഇത്തരം നിയമങ്ങളുടെ അറബിയാണ് ചോദിക്കുന്നത്. ഇവിടെ കണ്ടോ, അൽ ഫീലു നൗആനി മഅറൂഫും മജ്ഹൂലുൻ, അൽ ലർഫു നൗആനി ലർഫു സമാനി വ ലർഫു മക്കാനും, മഫ്ഊലു ലഹു മസ്ദറു യുബയ്യിനു സബബ ഖൗൽ ഫീലി അല്ലദി ഖബ്ലഹു, യുഹ്ദഫു തൻവീനു വ നൂനു തസ്നിയതി വൽ ജംഇ. കണ്ടോ, യുഹ്ദഫു തൻവീനു, ഇത് നമ്മൾ ഇങ്ങനെ കാണാതെ പഠിക്കണം. അർത്ഥം മനസ്സിലാക്കി കാണാതെ പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്. തൻവീന് കളയപ്പെടും, തസ്നിയത്തിൻ്റെയും ജംഇൻ്റെയും നൂനിനെ കളയപ്പെടും. എവിടെ നിന്ന്? മിമ്മാ തുലാഫു, നമ്മൾ മുലാഫിൻ ഇലൈഹിൻ്റെ പാഠത്തിലാണ് പഠിക്കുന്നത്. മിമ്മാ തുലാഫു. അപ്പോൾ അർത്ഥം ചിന്തിച്ച് നിങ്ങൾ പഠിക്കണം. യുഹ്ദഫു തൻവീനു നൂനു തസ്നിയത്തി വൽ ജംഇ മിമ്മാ തുലാഫു. കണ്ടോ, അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? അർത്ഥം വെച്ച് തന്നെ പഠിക്കണം. അടുത്തത് അൽ മഅതൂഫ് യത്ബഉൽ മഅതൂഫൻ അലൈഹി ഫിൽ ഇറാബി. ഇവിടെ അതും അവിടുന്ന് കുറച്ച് കാണാതെ പഠിക്കാനേ ഉള്ളൂ. എല്ലാം കാണാതെ പഠിച്ച ഒക്കെ ഓക്കെ. ഇവിടെ വൽ മഅതൂഫ് യത്ബഉൽ മഅതൂഫ് അലൈഹി ഫിൽ ഇറാബി. കണ്ടോ, ഫിൽ ഇറാബി. ഇത് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്തത് മഫ്ഊലു ഫീഹിക്ക് ഉദാഹരണം ഇതാണ്. അപ്പം നിങ്ങൾ ഉദാഹരണം പഠിച്ചു വെക്കണം. 3 മാർക്കാണ് ഒരു ഉദാഹരണം എഴുതിയാൽ. മഫ്ഊലു ഫീഹി ആണ്. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ സമയമോ അല്ലെങ്കിൽ പിന്നെ സ്ഥലമോ എഴുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം അത് എളുപ്പമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് പിന്നെ എന്താണ്, ലറബ്തു ഞാൻ അടിച്ചു. ആരടിച്ചു? നിങ്ങൾ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞോ. ലറബ്തു മിദ്ലാജനെ ഞാൻ അടിച്ചു. എന്നിട്ട് ഒരു ദിവസത്തിൻ്റെ പേര് കൊടുക്കുക, യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച. അപ്പം അതിന് ഉദാഹരണമായി. കാരണം എന്താ? മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി നടന്ന സമയം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ വെള്ളിയാഴ്ച അടിച്ചത്, അപ്പോൾ ലറബ്തു മിദ്ലാജൻ യൗമൽ ജുമുഅ. അപ്പം അതിൻ്റെ ഉത്തരമായി. മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ എന്താ? മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ എന്താണോ കാരണം അത് പറയാനാണ്. അപ്പോൾ ഞാൻ അടിച്ചത് എന്ത് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എളുപ്പമുള്ള ഉദാഹരണം നിങ്ങൾ പഠിക്കുക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണത്തിലേക്ക് പോകാം. അതിൽ വല്ല എളുപ്പമുള്ള ഉദാഹരണം ഉണ്ടോ നോക്കാം. എവിടെ? ഇതാ, ഇത് പറ്റും. സജദിന സജ്ദത്തൻ ശുക്രൻ ലില്ലാഹി. കണ്ടോ, സജദിന സജദത്തൻ ശുക്രൻ ലില്ലാഹി. എന്തിനാണ് സുജൂദ് ചെയ്ത്? സജദിന ശുക്രൻ ലില്ലാഹി എന്ന് എഴുതിയാൽ ഉത്തരായി. സജദിന ശുക്രൻ ലില്ലാഹി, സജദിന ശുക്രൻ ലില്ലാഹി. അപ്പം അതാണ് മഫ്ഊലു ലഹു. പിന്നെ അടുത്ത് മഫ്ഊലു മുത്തലഖിന് ഉദാഹരണം. മഫ്ഊലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. മഫ്ഊലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ മസ്ദറുൻ ദുക്കിറ ബഅദ ഫിഅലിഹി ലിബയാനി നൗഇൽ ഫിഅലി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഉദാഹരണം പഠിച്ചോ. തവല്ലഉതു വുളൂഅൻ കാമില. കണ്ടോ, തവല്ലഉതു ഞാൻ വുളൂ എടുത്തു, വുളൂഅൻ കാമില പൂർണ്ണമായ വുളൂ. അപ്പോൾ വുളൂവിൻ്റെ ഇനാണ് അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ എണ്ണം പറയുന്ന പഠിച്ചു. ലറബ്തു ലർബത്തൈനി പറ്റും. ലറബ്തു ലർബത്തൈനി ഞാൻ 2 അടി അടിച്ചു. അപ്പോൾ ലർബത്തൈനി എന്താണ്? മഫ്ഊലു മുതലക്കാണ്. അപ്പോൾ തവല്ലഉതു വുളൂഅൻ കാമില അത് പറ്റും. അടുത്തത് ജമ്മുൽ ഞാൻ പറഞ്ഞില്ലേ ഈ നിയമം തന്നെ ചോദിക്കുന്നത് പൂരിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ കാണാൻ പഠിച്ചു. ജമ്മു മുദക്കർ സാലിമ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാണ്. ദല്ല അല അക്സരി, അധികരിച്ചിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ബാക്കി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വെറും ഇങ്ങനെ നമ്മൾ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന പോലെ ഹിഫ്ള് പഠിക്കാൻ കഴിയില്ലത്. പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്.
ഇവിടെ ജമ്മു മുദക്കർ സാലിം എന്താണെന്നും ജമ്മു മുഅന്നസ് സാലിം എന്താണെന്നും രണ്ടും പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാ ഒരു ഇസ്മാണ്, ദല്ല അല അക്സറ മിൻ ഇസ്നൈനി രണ്ടിൻ്റെ മേൽ, രണ്ടിനേക്കാൾ അധികരിച്ചതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. മാ സലാമത്തി രക്ഷപ്പെടലോടുകൂടെ ബിനായി മുഫ്രദിഹി അതിൻ്റെ ഏകവചനം. എന്താ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ ജമ്മു മുദക്കർ സാലിം പറഞ്ഞ മുസ്ലിം, ഇതാണ് ജമ്മു മുദക്കർ സാലിം. നോക്കിക്കോ, ഇവിടെ മുസ്ലിമുൻ മുസ്ലിമൂന അല്ലേ, ഇതല്ലേ ജമ്മു മുദക്കർ സാലിം. അപ്പോൾ ഈ മുസ്ലിമൂന എന്നതിൽ നിന്ന് രണ്ടക്ഷരം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഏകവചനം കിട്ടും. ഇതാണ് എന്ത്? സിംഗുലർ അഥവാ ഏകവചനം. ഇത് ബഹുവചനം. അപ്പോൾ ജമ്മു മുദക്കർ സാലിമിൽ ആരുണ്ടാകും? മുഫ്രദ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ്. കേട്ടോ, ഇതാണ് കട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ മുസ്ലിം കിട്ടണില്ലേ? അപ്പോൾ വാവും നൂനും കട്ട് ചെയ്ത് എന്ത് കിട്ടുന്നുണ്ട്? അങ്ങ് നേരെ കാണാൻ പറ്റുന്ന രൂപത്തിലുണ്ട്. അതാണ് ജമ്മു മുദക്കർ സാലിം പറഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്. മാതല്ല അക്സറ മിൻ ഇസ്നൈനി, രണ്ടെണ്ണത്തിന് മേലെ അധികം മേലെ അറിയിക്കുക. എന്തായാലും മുസ്ലിമൂന്ന് പറഞ്ഞാൽ കുറേ മുസ്ലിമീങ്ങൾ എന്നല്ലേ, അപ്പോൾ രണ്ടിനേക്കാൾ അധികം ഉണ്ട്. പിന്നെ മാ സലാമത്തി ബിനായി മുഫ്രദി, അതിൻ്റെ മുഫ്രദ് രക്ഷപ്പെടലോടുകൂടി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ആ മുഫ്രദിനെ, ഏകവചനത്തിൻ്റെ വാക്കിനെ നമുക്ക് എന്താക്കും? അതിലിങ്ങനെ കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കണം. മാതല്ല അല അക്സറ മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനായി മുഫ്രദിഹി, മാതല്ല അല അക്സറ മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനായി മുഫ്രദിഹി, ഇതിങ്ങനെ ചൊല്ലി പഠിക്കാനാ. ഇനി അതിൻ്റെ റഫ് എന്തുകൊണ്ട്? റഫ് എന്ന് പറഞ്ഞാൽ ഫായിലിന് റഫാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റഫ് എന്തുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. പിന്നെ നെസ്ബുൻ ജറും എന്തുകൊണ്ടാണ്? യാവ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിമൂന എന്ന് പറയും. ഏത് സമയത്ത്? റഫിൻ്റെ സമയത്ത്. ജറിൻ്റെ സമയത്താണെങ്കിലോ റഅയ്തു മുസ്ലിമീന, പിന്നെ മറർത്തു ബി മുസ്ലിമീന. ജറിൻ്റെ സമയത്തും നെസ്ബിൻ്റെ സമയത്തും എന്താണ്? യാവ് കൊണ്ടാണ്. അപ്പോൾ ജമ്മു മുദക്കർ സാലിം, ഇനി ജമ്മു മുഅന്നസ് സാലിം കൂടി പഠിക്കുക അതിൻ്റെ കൂടെ. എന്താ ജമ്മു മുഅന്നസ് സാലിം പറഞ്ഞാൽ? മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. നോക്കിക്കോ, എങ്ങനെ പഠിക്കുക? ജമ്മു മുഅന്നസ് സാലിം പറഞ്ഞാൽ മാ ഒന്നാണ്, ജുമിഅ അതിനെ ജംആക്കപ്പെട്ടു, ബി അലിഫിൻ വ താഇൻ അലിഫ് കൊണ്ടും താവ് കൊണ്ടും. കണ്ടോ ഇവിടെ കണ്ട, അലിഫും താവുമാണ് ഇവിടെ ഉള്ളത് അധികം. മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ, കണ്ടില്ലേ? മുസ്ലിമത്തുൻ അലിഫും താവും അധികാക്കി. അപ്പോൾ മാ ജുബിയ ബി അലിഫിൻ വ തായിൻ മസീദത്തൈനി പറഞ്ഞാൽ അധികരിപ്പിച്ചിട്ട്, അല മുഫ്രദിഹി അതിൻ്റെ മുഫ്രദിൻ്റെ മേൽ, മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം. അപ്പോൾ ഏകവചനത്തിൻ്റെ മേലിൽ ഒരു അലിഫും താവും കൂട്ടി എന്തായി? ജമ്മു മുഅന്നസ് സാലിമായി. അപ്പോൾ പഠിച്ചു. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അല മുഫ്രദിഹി, അലിഫും താവും അധികാക്കിയാൽ എന്തായി കിട്ടി? എന്ത് കിട്ടി? ജമ്മു മുഅന്നസ് സാലിം കിട്ടി. ഏകവചനത്തിൻ്റെ മേൽ അലിഫും താവും കൂട്ടിയാൽ എന്ത് കിട്ടി? ജമ്മു മുഅന്നസ് സാലിം കിട്ടി. അപ്പം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? കാണാൻ പഠിക്കാം. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അല മുഫ്രദിഹി. പിന്നെ അതിൻ്റെ ഇറാബാണ് ഇവിടെ പറയുന്നത്. ലമ്മത്ത് കൊണ്ട് റഫ്, സാധാരണ റഫ് എന്തുകൊണ്ടാണ് ഉണ്ടാവല്? ലമ്മത്ത് കൊണ്ട് തന്നെ. അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജറുൻ നസ്ബും കസുറത്ത് കൊണ്ടാണ്. അതായത് ജറിൻ്റെ അവസരത്തിലൊക്കെ മുസ്ലിമാത്തി തന്നെ പറയാം, മാറൂല. ഓക്കെ. അടുത്ത ജമ്മു മുഅന്നസ് സാലിം രണ്ടും പഠിച്ചു കഴിഞ്ഞു. അടുത്ത മുഫ്രദ്. പിന്നെ ഇവിടെ അൽ മുഫ്രദുൽ മുദക്കറും ജമ്മുൽ മുദക്കർ സാലിം, അൽ മുഫ്രദുൽ മുഅന്നസു ജമ്മു മുഅന്നസ് സാലിം എഴുതാനാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇത് എല്ലാ പൊട്ടന്മാർക്കും എഴുതാൻ കഴിയും. ഞാൻ പറഞ്ഞുതരാം, ഇതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാക്കില്ലേ, ആ തന്നിരിക്കുന്ന വാക്കിലേക്ക് ഒരു വാവും നൂനും കൊടുത്താൽ എന്തായി? ജമ്മു മുദക്കർ സാലിമായി. അവസാനം ഒരു വാവും നൂനും കൊടുക്കുക. അപ്പോൾ ഇവിടെ മുഅല്ലിമുന്നല്ലേ, ഈ മുഅല്ലിമുനിലേക്ക് മുഅല്ലിമൂന എന്നാക്കുക. അപ്പം എന്തായി? ഇവിടുത്തായി സ്വായിമു എന്നുള്ള എന്താ? സ്വായിമൂന. കണ്ടോ എത്ര സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഇവിടെ മുഷിരിക്കൂന എന്നാണ്. ഇവിടെ വാവും നൂനും കട്ടായി. അപ്പോൾ ഇവിടെ എന്താക്കും? മുഷിരിക്കുന്ന ഇത് മുഷിരിക്കുൻ. അടുത്ത ഇവിടെ മുഅല്ലിമത്തുന്ന. ഇവിടെ എങ്ങനെ ജമ്മു മുഅന്നസ് സാലിമാക്കുക? അലിഫും താവും കൊടുക്കുക. അപ്പോൾ പിന്നെന്താണ്? മുഅല്ലിമാത്തുൻ. എന്താ വരിക? മുഅല്ലിമാത്തുൻ. ഈ താവ് കട്ട് ചെയ്തിട്ട് മുഅല്ലിമാത്തുൻ. സായിമത്തു എന്നുള്ളത് സായിമാത്തുൻ. മനസ്സിലായോ? ഇത് എവിടുന്നാണ് ചോദ്യം വന്നത്? മുഷ്രിക്കാത്ത് എന്നുള്ളത് മുഷ്രിക്കത്തുൻ. ഇതാണ് ഇവിടുന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ജമ്മു മുഅന്നസ് സാലിം എടുക്കുന്ന സമയത്ത് ഈ അവസാനമുള്ള താവുകളൊക്കെ കട്ട് ചെയ്യുക, അവസാനമുള്ള താവുകളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് മുസ്ലിമത്ത് എന്നുള്ളത് ഈ താവ് കട്ട് ചെയ്ത ബാക്കി എന്താ ഉണ്ടാവുക? മുസ്ലിമ. എന്നിട്ട് അതിലേക്ക് അലിഫും താവ് കൂടെ മുസ്ലിമാത്തുൻ, മുഅല്ലിമാത്തുൻ, സാജിദാത്തുൻ, പിന്നെ സായിമാത്തുൻ, മുഷ്രിക്കാത്തുൻ. ഓക്കെ. അടുത്തത് നുതർജിമു എന്ന് പറഞ്ഞാൽ എന്താണ്? നുതർജിമു എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് എഴുതാനാണ്. ഇതിൻ്റെ മലയാളം ഇതാണ്. ലിബാസുൽ മുസ്ലിമാത്തി വാസിഅത്തുൻ. എന്താണ്? മുസ്ലിമീങ്ങളുടെ വസ്ത്രം എന്താണ്? വിശാലതയുള്ളതാണ്.
അപ്പൊ കണ്ട നിങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണിത്. ലിബാസുൽ മുസ്ലിമാത്തി ജ്വാസിയത്തുൻ, ഇതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലതയുള്ളതാണ്. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലതയുള്ളതാണ്. അടുത്തതിന്റെ മലയാളം എന്താണ്? ഇസ്തറൈത്തുൽ കലമ വൽ കിർത്താസ. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഉണ്ട്. ഏത് പാഠത്തിലാണ്? ആത്തിഫിന്റെ പാഠത്തിൽ അല്ലേ? ഇസ്തറൈത്തുൽ കലമ. ഞാൻ കലമിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ആർക്കും അറിയാത്ത കലമിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, പേന എന്നാണ് അല്ലേ? കിർത്താസ് പറഞ്ഞാൽ എന്താണ്? കടലാസ്. അപ്പൊ ഞാൻ പേനയും കടലാസും വാങ്ങി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്തറൈത്ത് പറഞ്ഞാൽ എന്താണ്? ഞാൻ വാങ്ങി. ഈ അവസാനം ഈ തൂ വരുന്നില്ലേ, അപ്പൊ അവിടെ ഞാൻ അർത്ഥം ഉണ്ടാവും, അത് ഓർത്ത് വെക്കുക. അടുത്ത് അറബിയാക്കാനാണ്. നുഅരിബ് പറഞ്ഞാൽ അറബിയാക്കാം. പിതാവിന്റെ കുപ്പായം ഞാൻ കഴുകി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ നമ്മൾ ഒരു പാഠത്തിൽ കണ്ടു അല്ലേ? ഇതാ പിതാവിന്റെ കുപ്പായം ഞാൻ കഴുകി. അപ്പൊ നമ്മൾ എങ്ങനെ അറബിയിൽ എഴുതും? അവിടെ ഞാൻ കഴുകി എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ഞാൻ കഴുകിന് എന്താ അറബി പറയാം? ഗസല എന്ന് പറഞ്ഞാൽ കഴുകി എന്നാണ്. അത് ഞാൻ കഴുകി എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അവസാനം ഒരു തു കൊടുക്കുക. അപ്പോൾ ഗസൽ തു, പിന്നെ കുപ്പായം കമീസ അബിൻ, കമീസ അബിൻ ഉപ്പാന്റെ കുപ്പായം. അടുത്തത് എന്താ? നീ റോഡിന്റെ മധ്യത്തിൽ കളിക്കരുത്. കണ്ടോ? അപ്പോൾ ലാ തഖഉദു വസ്തശാരി, ലാ തഖഉദു വസ്തശാരി. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ, കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പാഠത്തിലെയും ചോദ്യോത്തര സെഷനിലുള്ള ചോദ്യോത്തര ഭാഗത്തുള്ള, പിന്നെ നിങ്ങൾക്ക് അറിയാലോ 6, 7, 8 പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക്, കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ. അതിന് ആ 6, 7 പാഠങ്ങളിലുള്ള 8 പാഠങ്ങളിലുള്ള ഇതുപോലത്തെ ഭാഗങ്ങൾ നന്നായി നിങ്ങൾ പഠിക്കണം. പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എല്ലാ പാഠത്തിലെയും ഗ്രാമർ നിയമങ്ങൾ, മഫ്ഊല്, പിന്നെ മഫ്ഊല് മുത്തലക്ക്, മഫ്ഊല് ലഹു, പിന്നെ ലർഫു സമാനി, ലർഫു നൗആനി, ലർഫു സമാനുമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അത് നിർബന്ധമായും കവർ ചെയ്തിട്ടേ പോകാവൂ. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.